ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിസ് ഫ്രീ ക്ലാസ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ 90 ഡേയ്സ് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയി സംസാരിക്കാം എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവര് മെഗാ മീറ്റപ്പ് ഗ്രൂപ്പില് മെമ്പേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇപ്പൊ നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പ് ഏഴ് പിന്നെ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ നമുക്ക് 7ാമത്തെ ഗ്രൂപ്പിലാണ് ഇപ്പോ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 7 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് എത്തിയിട്ടുള്ള എല്ലാവരെയും, നമ്മുടെ സൂമിൽ ഒരുപാട് സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട്. എല്ലാവരെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. കാര്യം എനിക്കറിയാം നിങ്ങൾ ക്ലാസ്സിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് സൺഡേ ടീച്ചറിനെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിൽ മാക്സിമം പേരും വരുന്നതും. ഒരുപാട് സ്നേഹം, നിങ്ങൾ തരുന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് സ്നേഹം തിരിച്ചും. ഓക്കെ, യെസ്. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള 85-90% ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. മിക്കവരും എന്നോട് തന്നെ ഡയറക്റ്റ് പറയുന്ന ഒരു കാര്യമാണ്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് മൂലം പല സന്ദർഭങ്ങളിലും നാണം കിടയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അമ്മമാരൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പ്രിൻസിപ്പൾ ടീച്ചേഴ്സ് ഒക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തിരിച്ചു പറയാൻ അറിയാതെ പലപ്പോഴും ബബ്ബ അടിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ ഇതിൽ സ്റ്റുഡൻസ് ഉണ്ടാവാം. പല സന്ദർഭങ്ങളിലും പറയാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നാണം കിടയേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ തിരിച്ചു പറയാനായിട്ട് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷെ നമുക്ക് സംസാരിക്കാനായിട്ടൊരു ആത്മവിശ്വാസം വരില്ല. അപ്പൊ അതിന് കൃത്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് കൂടെ ഞാൻ ഇതിൽ കവർ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. ഓക്കെ, ഞാൻ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടിപ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് 90 ഡേയ്സ് കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോ ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമാകുന്ന അവസ്ഥ ചിലർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെ? വിഷമിക്കേണ്ട. അപ്പൊ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിയെടുത്ത് 100% സിൻസിയർ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 90 ഡേയ്സ് കൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് കഴിയും. ഓക്കെ, യെസ്. ചിലർ പറയും ഇംഗ്ലീഷ് എനിക്ക് കേട്ടാൽ മനസ്സിലാവും, എനിക്ക് തിരിച്ചു പറയുന്നതിലാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയാറുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു 90 ഡേയ്സ് ചാലഞ്ച് കൊടുക്കും. ആ ഒരു 90 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു മാറ്റം അനുഭവിച്ചറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് നമുക്കൊരു ബേണിംഗ് ഡിസയർ വരണം. എനിക്കത് പഠിച്ചേ പറ്റൂ എന്നുള്ള ഒരു അത്രയ്ക്ക് നമുക്കൊരു അതിയായിട്ടുള്ള ഒരു ആഗ്രഹം വരണം. കാര്യം നമ്മൾ എവിടെ പോയാലും നമുക്കത് ആവശ്യമാണ്, അല്ലെ? അപ്പോ പിന്നെ എന്ത് വന്നാലും ഞാനത് പഠിച്ചേ അടങ്ങൂ എന്നുള്ളൊരു അതിതീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. അപ്പൊ എന്നെ സംബന്ധിച്ചും ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഇംഗ്ലീഷ് അറിയാത്തത് മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇംഗ്ലീഷ് പഠിച്ച് ഇന്റർവ്യൂസ് ഒക്കെ സൂപ്പറായിട്ട് ക്രാക്ക് ചെയ്ത് ജോലി നേടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനു വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഉപയോഗിച്ചത്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസൺ ടു ഇംഗ്ലീഷ് സ്പീച്ചസ് എന്നുള്ളതാണ്. നമ്മൾ സ്പീച്ചുകൾ കേൾക്കാം. നമ്മളൊന്ന് ആലോചിച്ചേ, ഈ ഒരു ചെറിയ കുഞ്ഞ്, നമ്മുടെ തന്നെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയാ മലയാളം പഠിച്ചത്? മലയാളം നമ്മളുടെ സംസാര ഭാഷ, നമ്മുടെ മാതൃഭാഷ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? നമ്മുടെ അച്ഛൻ പറയുന്നത് കേട്ട്, അമ്മ പറയുന്നത് കേട്ട്, സഹോദരങ്ങൾ പറയുന്നത് കേട്ട്, അല്ലെ? അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറയുന്നത് കേട്ട്, ടിവിയിൽ ഉള്ള ശബ്ദങ്ങൾ കേട്ട്, അങ്ങനെ ആ ഒരു ചെറിയ കുഞ്ഞ് അതിന് ചുറ്റിലുമുള്ള ഓരോരുത്തരുടെയും സംസാര ഭാഷ കേട്ട് കേട്ട് കേട്ടാണ് ആ ഒരു മാതൃഭാഷ പഠിക്കുന്നത്, അല്ലെ? നമ്മളും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അതേ മെത്തേഡ് തന്നെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതിലും നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ കേട്ട് പഠിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള സ്പീച്ചസും അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റും, അത്രത്തോളം നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെയാ, ആദ്യം നമ്മൾ കുറേ നമ്മുടെ മാതൃഭാഷ തന്നെ നമ്മൾ ആദ്യം
അച്ഛനും അമ്മയും ഒക്കെ എല്ലാരും പറയുന്നത് കേട്ട് 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 നമ്മളിൽ പദസമ്പത്ത് വരും അല്ലെ. പദസമ്പത്ത് വന്നു കഴിയുമ്പോൾ ഓരോരോ കുഞ്ഞു വാക്കുകളായിട്ട് നമ്മൾ പറയാൻ തുടങ്ങും. അതുപോലെ നമ്മൾ ഈ സ്പീച്ചസ് ഒക്കെ കുറേ കേട്ട് 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 നമ്മളുടെ മനസ്സിൽ അത് പതിയുമ്പോ കേൾക്കുന്നത് വഴി നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ആകാൻ തുടങ്ങും. നമ്മുടെ പദസമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഈ ഫോറിൻ ആക്സെന്റ് ഒക്കെ വരുന്ന വീഡിയോസ് കാണുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എല്ലാ വേർഡ്സും ഒന്നും അങ്ങോട്ട് മനസ്സിലാകാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യക്കാരായിട്ടുള്ള നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ശശി തരൂര്, സദ്ഗുരുവിന്റെ ഒക്കെ നല്ല നല്ല വീഡിയോസ് കിടപ്പുണ്ട്. നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ചൊന്ന് കാണുക. അതിങ്ങനെ കേട്ട് 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 മനസ്സിൽ ഇങ്ങനെ പതിയണം. അതുപോലെ തന്നെ നല്ല ഓഡിയോ ബുക്സ് കിട്ടും. പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു മൈൻഡ് പവറിന്റെ ഒക്കെ രംഗത്ത് കൂടുതൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്സ് കിട്ടും. നിങ്ങൾക്ക് ആ ഓഡിയോ ബുക്സ് കേൾക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ്, ഇംഗ്ലീഷിലുള്ള പോഡ്കാസ്റ്റ് കേൾക്കുന്നത് വഴി ഒരുപാട് നമുക്ക് വേർഡ്സ്, ഒരുപാട് വാക്കുകൾ മനസ്സിലാക്കാനും അതിന്റെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഇന്റർവ്യൂ വീഡിയോസ് കാണുന്നതും വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഏറ്റവും മിനിമം ഒരു 1 അവർ എങ്കിലും നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. പലർക്കും തോന്നും അയ്യോ 1 അവർ നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനില്ല. നമ്മള് ഇയർഫോൺ വെച്ചിട്ട്, ഇപ്പൊ നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഹെഡ്ഫോൺ വെച്ചിട്ട് നമുക്ക് കേൾക്കാം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഓഫീസിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹെഡ്ഫോൺ വെച്ച് കേട്ടുകൊണ്ടിരിക്കാം. അപ്പോ ഫസ്റ്റ് നമ്മൾ എന്താണ്? ലിസണിങ് എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ആദ്യം നമ്മൾ കേട്ടു, രണ്ടാമതായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ആദ്യം പറയുമ്പോ കുറേയധികം തെറ്റുകളൊക്കെ വരും. ഇറ്റ് ഡസൻ മാറ്റർ. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക വേണ്ട. അതായത് നമ്മൾ തന്നെ ഇപ്പോ ചെറിയൊരു കുട്ടി, ആ കുഞ്ഞ് അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ട് ഭാഷ കേട്ടു. പിന്നെ ആ കുട്ടി സംസാരിച്ചു തുടങ്ങുമ്പോൾ ചെറപറാന്ന് പറയല്ല ചെയ്യുന്നത്. ആദ്യം എന്താണ്? അച്ഛാ, അമ്മ, അല്ലെ, കാക്കയ്ക്ക് താത്ത എന്ന് പറയും അല്ലെ. അപ്പൊ ഓരോ വാക്കിന് വേറെ ഓരോ ഒന്നായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, ഇതിപ്പോ ബിഗിനേഴ്സിനുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോ കുറേയധികം തെറ്റുകളൊക്കെ വരും. ആദ്യം നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. മോണോലോഗ്, നമ്മളോട് തന്നെ സംസാരിക്കുക. അപ്പൊ വേറൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് ചമ്മലൂര് തെറ്റിപ്പോകുന്നൊക്കെ ഉള്ളൊരു നാണക്കേട് വരും. നമ്മളോട് തന്നെ സംസാരിക്കുക. തെറ്റ് വന്നാലും അതിൽ നമ്മളെ തന്നെ കളിയാക്കി ചിരിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും 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 ശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പോ ഞാൻ ചെയ്തിരുന്ന ഒരു രസകരമായ മാർഗം എന്ന് പറയുന്നത്, ഞാന് ഡൽഹിയിലായിരുന്ന സമയത്ത് ശരിക്കും എനിക്ക് അവിടെ എന്റെ ചെറുപ്പത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എയർ ഹോസ്റ്റസ് ആവുക എന്നുള്ളത് ഭയങ്കര ബേണിംഗ് ഡിസയർ ആയിരുന്നു. പക്ഷെ എന്റെ പേരൻസ് സമ്മതിച്ചില്ല, വേണ്ട, അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡൽഹിയിൽ ചെല്ലുമ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട്, ഒരു കൊച്ചു പെൺകുട്ടിയാണ്, ഞാൻ അതിനെ പരിചയപ്പെടുന്നതും. അപ്പൊ ആ കുട്ടി എയർ ഹോസ്റ്റസ് ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം. ഇപ്പൊ എയർ ഹോസ്റ്റസ് ആണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ആന്റിക്ക് എന്തായാലും ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പണ്ടത്തെ ആഗ്രഹം നടക്കാനായിട്ടായിരിക്കും ഈ കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടത്. അങ്ങനെ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്വയം ഇംഗ്ലീഷിൽ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ തമാശയായിട്ട് തോന്നും. ഞാൻ ഓരോ കാര്യങ്ങൾ, വീട്ടിലെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അതിനെല്ലാം ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ പറയുമ്പോൾ പൊട്ടത്തരമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫിഷ് കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഓരോ സ്റ്റെപ്സും ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. ആദ്യമൊക്കെ ഇങ്ങനെ ടേക്ക് എ കറിച്ചട്ടി, അപ്പൊ ആലോചിക്ക് കറിച്ചട്ടിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? എന്തെങ്കിലും ആവട്ടെ, ടേക്ക് എ കറിച്ചട്ടി ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ, പിന്നെ ഗ്യാസ് സ്റ്റൗ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് നമ്മളല്ലേ സിനിമയില് പിന്നെ ഉർവശി പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, കടുകുറ 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 എന്നൊക്കെ പറയുന്ന പോലെ ആദ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറഞ്ഞ് പിന്നെ ഓരോരോ സെന്റൻസ് ആയിട്ട് ഫ്രെയിം ചെയ്തെടുക്കാൻ തോന്നി. അപ്പൊ കുറേശ്ശെ ആത്മവിശ്വാസം വർദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോഴും ഞാൻ എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് ഇങ്ങനെ ഇംഗ്ലീഷിൽ സ്വയം സംസാരിക്കാൻ തുടങ്ങി. അന്ന് ഹസ്ബൻഡ് ജോലിയിലാണ്, ആർമിയിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അദ്ദേഹം പോവും, മക്കളും പോവും, പിന്നെ വീട്ടിൽ നമ്മുടെ ലോകമാണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിനെ ഇങ്ങനെ ഇംഗ്ലീഷിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും. അങ്ങനെ കുറച്ച് എന്റെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് അങ്ങനെ ചമ്മലും നടക്കണമൊന്നുമില്ല. നിങ്ങൾക്കറിയാം എന്റെ ഹിന്ദി ചാനൽ എടുത്തു നോക്കിയാൽ ഹിന്ദി ചാനലിലെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക്
കോമഡിയാണ്. നിങ്ങൾക്ക് ചിരിക്കാൻ സുജാർ മോഹൻ ഹിന്ദി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമഡി ഇത് കാണേണ്ട ആവശ്യമില്ല, അത്ര ചിരി വരും. അതുപോലുള്ള ഹിന്ദിയൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്കുള്ള ഏറ്റവും വലിയ ഗുണം വെച്ചാൽ എനിക്ക് നാണക്കേടെന്നൊരു സാധനമേ ഇല്ല. എനിക്ക് ഒരു ചമ്മലും ഇല്ല. നമ്മൾ എന്തിനാ നാണം കിടന്നത്? ഇപ്പം ഹിന്ദി എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ടങ് അല്ല. ഞാൻ ഹസ്ബൻഡോടെ ആർമിയിൽ പോയിട്ട് അവിടെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ സംസാരിക്കും പറ്റുമോ മൂലം കേട്ട് കേട്ട് ഞാൻ പഠിച്ചത്. പക്ഷെ അത് വെച്ച് ഒരു ചാനൽ തുടങ്ങി ഇപ്പൊ 4000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ, അവിടെ വരെ എത്തിക്കാൻ എനിക്ക് പറ്റിയില്ലേ. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഹിന്ദിക്കാർക്ക് ക്ലാസ് എടുക്കുന്നില്ലേ, അവരുടെയൊക്കെ ലൈഫിൽ മാറ്റം വരുന്നില്ല. അതൊക്കെ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഒരു ഞാനൊന്ന് നാണക്കേട് വിചാരിച്ചു, അയ്യോ ഞാൻ പറയുന്ന ഹിന്ദിയിൽ ഗ്രാമർ അങ്ങനെയാണോ തെറ്റ് ഇങ്ങനെയാണോ എന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ അത് ആ ക്ലാസ്സുകൾ നടത്തി ലക്ഷക്കണക്കിന് ഏൺ ചെയ്തിട്ടുണ്ട് പൈസ. അപ്പൊ എനിക്ക് ഒരിക്കലും നമ്മളൊന്നും ആലോചിച്ച് നമ്മുടെ ആ കോൺഫിഡൻസ് കൊണ്ടല്ലേ അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ നാണക്കേട് വിചാരിക്കരുതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഹിന്ദിക്കാർക്ക് ഇപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, നിരന്തരമായിട്ട് പറഞ്ഞ് ആദ്യം ഒക്കെ തെറ്റുകൾ വരും. പിന്നീട് സംസാരിച്ച് നമ്മൾ ആ ഒരു കറക്റ്റ് ഫ്ലുവൻസിയിലേക്ക് എത്തുക ചെയ്യുന്നത്. ഇപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ അല്ല. ഹിന്ദി ഇങ്ങനെ എന്നാൽ എനിക്ക് നാണക്കേടൊന്നുമില്ല. എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിൽ പോയത് അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ പോയെന്ന് ഹിന്ദി പറയാൻ എനിക്ക് ഒരു ചമ്മലുമില്ല. കാര്യം നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ എന്തിനാ ചമ്മന്നത്? നമ്മൾ ഇത്രയും ഇങ്ങനെ സംസാരിക്കുന്നില്ല, നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യണം. സുച്ച നീ അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. എനിക്ക് ഒരു ചമ്മലും നാണക്കേട് ഒന്നും തോന്നാറില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് തെറ്റിപ്പോയാൽ അതിന് നാണക്കേട് വിചാരിക്കുന്നത്, നമ്മൾ ഇത്രയൊക്കെ സംസാരിക്കുന്നില്ലേ എന്നോർത്ത് നമ്മളെ തന്നെ എന്ത് ചെയ്യാം? അപ്രീഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ഒരു നാണക്കേട് ചമ്മലും ഒന്നും വരരുത്. തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ, ആളുകൾ കളിയാക്കി ചിരിക്കുന്നെങ്കിൽ ചിരിക്കട്ടെ. ശരിക്കും ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മളുടെ തെറ്റുകൾ നോക്കിയിട്ട് മറ്റുള്ളവർ ചിരിക്കുന്ന സമയത്ത് നമുക്ക് വളരണോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളില് വരത്തുള്ളൂ. അപ്പൊ വീട്ടമ്മമാർക്ക് പോലും ശ്രമിച്ചു കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒരു ജോലിയും ചെയ്തില്ല. വീട്ടമ്മയായിട്ടിരുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ സംസാരിച്ച് ഇത് നന്നായിട്ട് ആ ഒരു ഫ്ലുവൻസിയിലേക്ക് എത്തിയത്. അപ്പൊ മനസ്സ് വെച്ചാൽ ആർക്കും അതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ കളിയാക്കി ചിരിച്ചാലും കുറ്റം പറഞ്ഞാലും ഒന്നും നമ്മൾ അതിലോട്ട് ശ്രദ്ധ കൊടുക്കുകയേ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യാ? ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോ ഇനി പിന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മക്കളുടെ ഹെൽപ്പ് തേടി. അപ്പൊ രണ്ടുപേരും ആർമി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവന്മാര് ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വരും. അവിടെ ഉച്ചയ്ക്ക് സ്കൂൾ വിടുമല്ലോ. വരുമ്പോഴത്തേക്ക് ഞാൻ പറയടാ മക്കളെ, നമുക്ക് ഇരുന്നിട്ട് ഇംഗ്ലീഷിലേ സംസാരിക്കാം. ഹസ്ബൻഡും ഓഫീസിൽ നിന്ന് വരുമ്പോൾ പറയും, ഇന്നു മുതൽ നമ്മുടെ വീട്ടില് നമ്മുടെ സംസാര ഭാഷ ഇംഗ്ലീഷാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ച് ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കുഞ്ഞുങ്ങളുടെ സഹായം തേടുക. അവർക്ക് നന്നായിട്ട് അറിയായിരിക്കില്ല. അവരുടെ കൂടെ അവരാകുമ്പോഴത്തേക്ക് വലിയ തെറ്റെന്ന് വന്നാലും അവരിങ്ങനെ പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെയല്ല ഇങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങളുടെ സഹായം തേടുക. ഇപ്പം അമ്മമാരുടെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതല്ല, നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് എടുക്കാം. കുറച്ച് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെ ഒപ്പം കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പരസ്പരം സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഓരോ ദിവസം കഴിയുന്തോറും ഇംപ്രൂവ് ആയി വരും. നമുക്ക് ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ വേണമെന്ന് വെച്ച്, നമുക്കറിയാം എന്ത് കാര്യവും അൽക്കിമിസ്റ്റ് എന്ന പുസ്തകത്തില് പൗലോ കൊയ്ലോ പറയുന്നത് പോലെ നിങ്ങൾ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് എത്തും. അപ്പൊ നമുക്ക് അത്രയും വലിയൊരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ നമ്മളത് പഠിച്ചെടുക്കുക തന്നെ. ഇത് നമ്മൾ കണ്ടിട്ടില്ലേ, കടപ്പുറത്ത് കപ്പലണ്ടി വിറ്റ് നടക്കുന്ന കുഞ്ഞുങ്ങൾ പോലും നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ഗ്രാമറോ അത് ഇത് വരുമ്പോ ഇതാണോ അതാണോ ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിലെ കുറെ മിഥ്യാധാരണകളാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന ആ ഫോർമാറ്റിൽ നിങ്ങൾ അങ്ങ് ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ച് നമുക്ക് നല്ലൊരു ഫ്ലുവൻസിയിലേക്ക് എത്താൻ പറ്റും. പിന്നെ സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് ബുക്സ് വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ വായിക്കുമ്പോ ചുമ്മാ ഇങ്ങനെ പോയാൽ പോരാ. വായിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കെ വായിക്കണം. ആ വാക്കുകള് നമ്മുടെ ചെവിയിലൂടെ കേട്ട് നമ്മുടെ മനസ്സിൽ പതിയണം. അങ്ങനെ ഉറക്കെ വായിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നടന്ന് വായിക്കുക. ഉറക്കെ നിങ്ങൾ അതിനെ ഇങ്ങനെ ഓരോ വാക്കുകളും ഇങ്ങനെ ഉറക്കെ പറഞ്ഞ് ഇരുന്ന് വായിക്കുമ്പോൾ കുറച്ച് വായിക്കുമ്പോൾ മടുത്ത് നമ്മളത് നിർത്തും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തിങ്ക് ഇൻ ഇംഗ്ലീഷിൽ ചിന്തിക്കുക. അല്ലാതെ പലരും ചെയ്യുന്നത് എങ്ങനെയാ? മലയാളത്തിൽ ചിന്തിച്ചിട്ട് പിന്നെ അതിനെ അങ്ങോട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആക്കുന്ന ഒരു പരിപാടി. അങ്ങനെ ചെയ്യാതെ തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇതിന് നമ്മുടെ മനസ്സിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡെയിലി സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുമായിട്ട് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കണക്ട് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇത് പ്രാക്ടീസ്. നമുക്കറിയാം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്.
ബ്രൂസിലി പറയുന്ന ഒരു സെന്റൻസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരടവ് അല്ല 100 അടവ് പഠിച്ചവനെ എനിക്ക് പേടിയില്ല, പക്ഷെ ഒരടവ് 100 തവണ പഠിച്ചവന് എനിക്ക് പേടിയാണെന്ന് എന്ന് പറഞ്ഞതുപോലെ റെപ്പറ്റീഷൻ ആണ് എല്ലാത്തിന്റെയും നമുക്ക് ഏതിൽ സക്സസ് കിട്ടണമെങ്കിലും വീണ്ടും റിപ്പീറ്റ് നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എക്സ്പേർട്ട് ആകും. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി എഴുതുക. ഒരു ഡയറി വെക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനായിട്ട്. ഡെയിലി പറ്റുമെങ്കിൽ ഒരു 2-3 പേജ് ഒക്കെ എഴുതുക. തെറ്റൊക്കെ വരും, സാരമില്ല. നല്ല ഇംഗ്ലീഷ് അറിയാവുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊടുത്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് എറർ ഉള്ളതെന്നൊന്ന് കണ്ടുപിടിച്ച് തരും എന്ന് പറഞ്ഞ് നമ്മളൊന്ന് അവരെ കൊടുത്ത് കണ്ടുപിടിക്കുക. തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ, അതിലൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. ഇനി സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ വേണം. എനിക്ക് 90 ഡേയ്സ് കൊണ്ട് ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിട്ട് ചറപറ സംസാരിക്കാൻ കഴിയണം എന്നുള്ള ആ ഒരു ഗോള് സെറ്റ് ചെയ്ത് ധൈര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം. 2 ദിവസം ഭയങ്കര ഉത്സാഹമായിരിക്കും. പൊതുവേ മനുഷ്യർക്കുള്ളൊരിതാണ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഭയങ്കര ഉത്സാഹം. ഇപ്പോ ടീച്ചറിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഉത്സാഹിച്ച് കുറച്ച് ദിവസം ചെയ്യും, പിന്നെ അങ്ങ് പതുക്കെ ആ ഒരു ആവേശം കിട്ടണം. അങ്ങനെ ആകരുത്. ആ ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിലനിർത്തണം. എന്ത് വന്നാലും ഞാൻ പഠിച്ചേ അടങ്ങൂ എന്നുള്ള ആ ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം. നിങ്ങൾ സെൽഫായിട്ട് മോട്ടിവേറ്റ്, നമ്മളിങ്ങനെ മറ്റുള്ളവർ വന്ന് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മളത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ല യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാം. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, സ്ഥിരതയോടുകൂടി എല്ലാ ദിവസവും നിങ്ങൾ 90 ഡേയ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന നല്ല അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ ഫ്ലുവൻസി കൂടുതൽ വരാൻ സഹായിക്കുന്ന നല്ല നല്ല ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആകുക. നല്ല നല്ല യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടെത്തുക. അതുപോലെ ഇപ്പോൾ ഒരുപാട് ആപ്സ് ഒക്കെ അവൈലബിൾ ആണ്. ആ ഒരു ആപ്സിന്റെ ഒക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ എപ്പോ ഫ്രീ ടൈം കിട്ടിയാലും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങാം. ഒറ്റയ്ക്ക് നിങ്ങൾ പിന്നെ കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ, മുന്നിൽ കാണുന്ന ഓരോ കാര്യങ്ങളും അതിനെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പോഴത്തേക്ക് പ്രകൃതിയിലുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് തുടങ്ങാം. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഫ്ലുവൻസി ഒക്കെ വന്നു തുടങ്ങുമ്പോൾ ടെഡെക്സ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതിലൂടെ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ആക്സെന്റ് നമുക്ക് കൈവരിക്കാനായിട്ട് പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാല് കണ്ണാടിക്ക് മുന്നിൽ പോയി നിൽക്കുക. കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നത് പോലെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക് തിരഞ്ഞെടുക്കുക. സെൽഫ് ലവിനെ കുറിച്ച് നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ, ഓക്കെ ഹായ് വാട്ട് സെൽഫ് ലവ് ടുഡേ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ട്, സെൽഫ് ലവ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് വാല്യൂയിങ് ആൻഡ് കെയറിംഗ് ഫോർ യുവർ സെൽഫ്, റെക്കഗ്നൈസിങ് യുവർ worth and tracking yourself with kindness and compassion. Actually self-love is not selfishness but a healthy relationship with oneself എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആദ്യം നമുക്ക് അത്ര ഫ്ലുവൻസിയിൽ നിന്ന് വരുന്ന പോലെ പറയുക. ദിവസവും നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരാളോട് പറയാനേ ചമ്മല് വരുള്ളൂ. കണ്ണാടിയിൽ നോക്കി പറയാൻ നമുക്ക് ചമ്മല് വരില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ശീലിക്കുക. ഓക്കെ. പിന്നെ ചിലർ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, എനിക്ക് അതൊന്നും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നേ ഇല്ല. അതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ജോബിൽ ഇരിക്കുന്ന, ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓഫീസിലുള്ള ചുറ്റും നോക്കുക, ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാനായിട്ട് ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. മനസ്സിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. എപ്പോഴൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇരിക്കുന്ന സമയം കിട്ടും അപ്പോഴൊക്കെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ് പവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കൂടുതൽ ഫ്ലുവൻസ് നേടാം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാം. അഫർമേഷൻ ആയിട്ട് ഐ ആം വെരി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്, താങ്ക് യു യൂണിവേഴ്സ്, ഐ ആം വെരി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്, താങ്ക് യു യൂണിവേഴ്സ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഡീസന്റ് 11x11 ടെക്നിക്കുകളിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പിന്നെ 11 തവണ വീതം എഴുതാം. പിന്നെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം. നിങ്ങൾ ഇംഗ്ലീഷിൽ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് നിങ്ങൾ ഈവൻ സായിപ്പുമാരുടെ പോയി അല്ലെങ്കിൽ ബാബാമാരുടെ പോയിട്ട് വളരെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതൊക്കെ നമുക്ക് ആ ഒരു, അല്ലെങ്കിൽ പിന്നെ ആക്ട് ആസ് ഭയങ്കര എക്സ്പേർട്ട് ആയി കഴിഞ്ഞു എന്നുള്ള ആ ഒരു ആക്ട് ആസ് എ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വളരെ എക്സ്പേർട്ട് ആയി കഴിഞ്ഞു, നല്ല ഫ്ലുവൻസിൽ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ള കോൺഫിഡൻസിൽ എപ്പോഴും നിങ്ങൾ അങ്ങനെ ആക്ട് ചെയ്ത് നിങ്ങൾ കണ്ണാടിക്ക് മുന്നിലൊക്കെ നിന്നിട്ട് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ബിലീവ് ഇൻ യുവർ സെൽഫ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കാം. പലരുടെയും വിചാരം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊക്കെ എന്നെ കൊണ്ട് നടക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസം ഇല്ലായ്കയുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ വിശ്വസിക്കാം.
എന്നെ കൊണ്ട് പറ്റും. ബിലീവ് ഇൻ ദ അൺലിമിറ്റഡ് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അൺലിമിറ്റഡ് പവറിൽ നമ്മൾ വിശ്വസിക്കാം. നമ്മൾ എന്താണോ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നേടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു 90 ഡേയ്സ് ചാലഞ്ച് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ടീച്ചർ പറയുന്ന ഓരോ സ്റ്റെപ്സും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും 90 ഡേയ്സ് കൊണ്ട് നല്ല ഫ്ലുവൻസി കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബ്ലെസ്സിങ്സ്.